ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയും ഒരു നിഴൽ നാരായണീയം. ദശകം 41. പൂതനാദേഹദാഹവും ശ്രീകൃഷ്ണലീലാഹ്ലാദവും. വസുദേവർ പറഞ്ഞതു കേട്ട നേരം നന്ദഗോപർ വല്ലാതെയായി ഭയപ്പെട്ടു തിരിച്ചു പോന്നു. വഴിയിൽ ഭീകരമാകും വസ്തു കണ്ടു ഭഗവാനെ. വാസുദേവ അവിടുത്തെ ശരണം തേടി. ഗോപികളും ഗോപന്മാരും പറഞ്ഞ വൃത്താന്തം കേട്ടു. ഗോപനാഥൻ നന്ദഗോപർ അത്ഭുതപ്പെട്ടു. ഗോപികാഹൃദയ ചോരൻ വധിച്ചൊരാ പിശാചിയെ ഗോകുലത്തിൽ നിന്നകലെ ദഹിപ്പിച്ചല്ലോ. അവിടുന്ന് കുടിച്ചപ്പോൾ ശുദ്ധയായ പൂതനതൻ ശരീരം ദഹിപ്പിച്ചപ്പോൾ ഉയർന്ന ഗന്ധം. അകീളാണോ ഗുൽഗുലുവോ ചന്ദനമോ എന്നു തോന്നും. അതീവ ഹൃദ്യമാകുന്ന ഗന്ധമാണല്ലോ. തൻ്റെ ശരീരവുമായി സമ്പർക്കത്തിലായാൽ നൂനം നിങ്ങൾക്കും ഫലമുണ്ടെന്നു ഗോപന്മാരോട് പറയുകയാണോ എന്നു തോന്നുമാറു ഭഗവാനും പൂതനയെ സുഗന്ധിയായി തീർത്തു വിചിത്രം. പൂതനയിൽ നിന്നു കൃഷ്ണൻ രക്ഷപ്പെട്ട കാര്യമോട്ടും അപകടം വാസുദേവർ അറിഞ്ഞതോർത്തും പരസ്പരം പറഞ്ഞോരാ ഗോപജനം ഭഗവാന്റെ മുഖത്തിൻ്റെ ഭംഗിയതിൽ മുഴുകിപ്പോയി. വാസുദേവ പുത്രാദേവ അവിടുത്തെ സാന്നിധ്യത്താൽ വർദ്ധിച്ചല്ലോ അമ്പാടിയിൽ സർവൈശ്വര്യവും. മംഗളവസ്തുക്കളും നൽ സന്തോഷവും നിറഞ്ഞല്ലോ. ദേവജനം അമ്പാടിയെ വാഴ്ത്തി സ്തുതിച്ചു. ഗോപസ്ത്രീകൾ വീടുകളിൽ പണിയെടുക്കുമ്പോൾ പോലും ഗോലോകേശ അവിടുത്തെ വാഴ്ത്തി സ്തുതിച്ചു. കൃഷ്ണന്റെ രൂപത്തെ ചൊല്ലി പലവുരു പറഞ്ഞവർ ഇടയ്ക്കിടെ എത്തി കൃഷ്ണരൂപം ദർശിച്ചു. ഉണ്ണി എന്നെ നോക്കിയെന്ന് ഗോപികളിൽ ചിലർ ചൊല്ലും. ഉണ്ണി നോക്കി ചിരിച്ചെന്ന് മറ്റു ചിലരും. ഉണ്ണിയെ എടുത്തിടാനായി കൈകൾ നീട്ടും മറ്റു ചിലർ. ഉണ്ണി നിന്നെ ചൊല്ലിയവർ എന്തെല്ലാം ചെയ്തു. അവിടുത്തെ ഭൂമിനിയിൽ പുണരുന്ന സുഖത്തിനായി ഗോപസ്ത്രീകൾ പലവട്ടം എടുത്തിടുമ്പോൾ ഇളം ചുവപ്പു നിറത്തിൽ വിരിഞ്ഞ താമരകളിൽ കരിവണ്ടു പാറുന്നതു പോലെ തോന്നിയിടും. മടിയിൽ കിടത്തി മെല്ലെ മാറോടു ചേർക്കുന്നു അമ്മ. മണിവർണ്ണൻ ഉണ്ണിക്കുതൻ മുല കൊടുക്കേ പരമാനന്ദമേത്രയെന്നാസ്വദിച്ചാൾ യശോദയും. പവനേശാമരോഗം ശമിപ്പിക്കേണേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.